ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ 6ാം ക്ലാസ്സിലെ പാർട്ട് 1 ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്നത്തേത്. ഇതോടുകൂടി നമ്മുടെ 5ാം ക്ലാസ് കംപ്ലീറ്റ് ആയി. 6ാം ക്ലാസ്സിലെ സയൻസും സോഷ്യലും ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ആകും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എന്താണ് ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഭൂഖണ്ഡങ്ങളിലൂടെ നമ്മുടെ ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയൊരു കൺസെപ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലൂടെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് എന്താണ്? മാതേയി. ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക്കും അറ്റ്ലാന്റിക്കും കടന്ന് ചരിത്രം തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കും ഇടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റി വന്നു. കടലൊറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ, ഇമ്പോർട്ടൻ്റ് ആണ്, ആരുടെയാണിത്? കമാൻഡർ അഭിലാഷ് ടോമിയുടെ കൃതിയായിരുന്നു എന്ത്? കടലൊറ്റയ്ക്ക്. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണമായിരുന്നു അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ലോകം ചുറ്റി സഞ്ചരിക്കാനായിട്ട് പോയ കാര്യം. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? കടലൊറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ ആരുടേതാണ്? കമാൻഡർ അഭിലാഷ് ടോമിയുടെ യാത്രാ വിവരണമാണ്. നോക്കിക്കേ, എന്ന യാത്രാ വിവരണത്തിൽ സമുദ്രങ്ങളെയും വൻകരകളെയും പിന്നിട്ട് യാത്രാനുഭവങ്ങൾ കമാൻഡർ അഭിലാഷ് ടോമി നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ എന്താണ്? മാതേയി എന്ന കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമാണ് അദ്ദേഹം. അപ്പൊ എന്ത് നിങ്ങളോട് പഠിക്കണം? കടലൊറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ ആരുടേതാണ്? കമാൻഡർ അഭിലാഷ് ടോമി. പിന്നെ പഠിക്കേണ്ട ടോപ്പിക് എന്താണ്? ഇന്ത്യൻ നാവികസേനയുടെ അദ്ദേഹം സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് എന്ത്? മാതേയി. മാതേയി എന്ന് പറയുമ്പോൾ എന്താണത്? ഉണ്ടോ? മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മാതേയി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇന്ത്യൻ നാവികസേനയുടെ അദ്ദേഹം അഭിലാഷ് ടോമി സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് എന്ത്? മാതേയി എന്ന പായ്ക്കപ്പലിലാണ് അദ്ദേഹം ഒറ്റയ്ക്ക് സഞ്ചരിച്ചത്. സമുദ്രങ്ങളിൽ നിന്നും സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിശാലമായ ഭൂമുഖത്ത് തനത് സവിശേഷതകളുടെ കരകൾ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും അവയിൽ എത്രത്തോളം പരസ്പര ബന്ധിതമാണെന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. കമാൻഡർ അഭിലാഷ് ടോമി ലോകം ചുറ്റി വന്നതുപോലെ നമുക്കും ഒരു ലോകസഞ്ചാരം നടത്താം. അപ്പൊ നമ്മൾ ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒക്കെ നമ്മളൊന്ന് ഓടിച്ചിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകണം. ബേസിക് ഐഡിയ മാത്രമേ ഉള്ളൂ കേട്ടോ പറയുന്നത്. നോക്കാം നമുക്ക്. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളെ പറയുന്ന പേരാണെന്ത്? ഭൂഖണ്ഡങ്ങൾ. എന്താണ് ഭൂഖണ്ഡം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയണം എന്താണ്? സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗത്തെയാണ് നമ്മൾ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. മിക്ക ഭൂഖണ്ഡങ്ങളും നിരവധി രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ്. ഓരോ ഭൂഖണ്ഡത്തിനും അതിൻ്റെതായ തനത് സവിശേഷതകളും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഭൂഖണ്ഡം എന്ന് പറയുന്നത്, അല്ലെ, നമ്മുടെ ഭൂഗോളം അല്ലെ. അവിടെ നോക്കിക്കേ, ഏതൊക്കെ ഭൂഖണ്ഡങ്ങളാണ് തന്നിരിക്കുന്നത്? ഈ ഭൂഖണ്ഡത്തിന്റെ പേരെന്താണ്? ഇവിടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഇതല്ലേ സാധനം അല്ലേ, അല്ലെ? ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇതെന്താണ്? ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഇത്രയും നമുക്കറിയാം. അപ്പൊ ഇവിടെ കാണുന്ന ഈ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് ഒറ്റയ്ക്ക് മാറിക്കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വടക്കേ അമേരിക്കയും അതേപോലെ തന്നെ എന്താണ്? നമ്മുടെ തെക്കേ അമേരിക്കയുമാണ്. സോ ഈ തന്നിരിക്കുന്നത് നോർത്ത് അമേരിക്ക. മുകളിലാവുമ്പോൾ നോർത്ത് അമേരിക്ക അല്ലേ, താഴെയാകുമ്പോൾ എന്താണ്? അത് സൗത്ത് അമേരിക്കയാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ഇനി ഇത്രയും നമുക്കൊരു ഇതും ഏകദേശം സെറ്റ് ആയിട്ടാണ് അല്ലേ കാണുന്നത്. ഇവിടെ 3 ഭൂഖണ്ഡങ്ങളുണ്ട് ഏകദേശം ജോയിൻ ചെയ്ത് കാണപ്പെടുന്നത്. അതിൽ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? യൂറോപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്നത് ഏതാണ്? അതിനെയാണ് നമ്മൾ ഏഷ്യ അല്ലെ, ഏഷ്യ ഭൂഖണ്ഡം. ഇനി ഏതാണ് വരേണ്ടത്? ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ മാറിക്കിടക്കുന്നത് ഏതാണ്? ആഫ്രിക്കയാണ്, ആഫ്രിക്ക. ഇനി ഏറ്റവും അവസാനം ഒറ്റയ്ക്ക് എല്ലാത്തിൽ നിന്നും മാറിക്കിടക്കുന്ന ഒരു ആളുണ്ട്. അയാളെയാണ് എന്ത് പറയുന്നത്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ഈ കാണുന്നത്, ഓസ്ട്രേലിയ. ഓക്കെ ആണല്ലോ. ഇനി അറ്റത്തൊരെണ്ണമുണ്ട് അല്ലെ, അതേതാണ്? അതിനെയാണ് നമ്മൾ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്, അന്റാർട്ടിക്ക. അപ്പൊ ഏതൊക്കെയാണ്? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇവിടെ 5, ഇവിടെ എത്ര എണ്ണമാണ് നമ്മൾ കണ്ടത്? മൊത്തം 7 ഭൂഖണ്ഡങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. വലിപ്പത്തിൽ ഒന്നാമൻ ആരാണ്? ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം ആരാണ്? അത് ഏഷ്യയാണ്. ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം. നമ്മുടെ രാജ്യമായ ഇന്ത്യ എവിടെയാണ്? ഏഷ്യയുടെ ഭാഗമാണ്. ഭൂമിയുടെ കരഭാഗത്തിന്റെ ഏതാണ്ട് 1/3 ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? ഏഷ്യയാണ്.
ഓക്കെ. ഭൂമിയുടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം കേട്ടോ. ഈ ആഫ്രിക്കയൊക്കെ പച്ചക്കളറിലാണ് വന്നിരിക്കുന്നത്, പക്ഷെ ഇതിന്റെ ഔട്ട് എടുക്കുമ്പോൾ വീഡിയോയിലേക്ക് വരുമ്പോഴേക്കും ഇത് ബ്ലാക്ക് ആയി പോകുന്നുണ്ട്. ഏതോ ഒരു സെറ്റിങ്സ് മാറിക്കിടപ്പുണ്ട്, അതെന്താന്ന് എനിക്കറിയില്ല. അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ വടക്കേ അമേരിക്ക നമ്മൾ പറഞ്ഞു അല്ലെ. വടക്കേ അമേരിക്ക, ഇവിടെ എന്താണ് പസഫിക് ഓഷ്യൻ, ഇവിടെയും ഉണ്ട് പസഫിക് ഓഷ്യൻ. അപ്പൊ അതെന്താണ് 2 പസഫിക് സമുദ്രം എന്ന് വിചാരിക്കരുത്. എന്താണ് കാരണം? ഇത് നമ്മുടെ ഭൂമി, ഉരുണ്ടിരിക്കുന്ന ഭൂമിയെ നമ്മൾ പരത്തി അങ്ങ് വെച്ചിരിക്കുകയാണ്. പിന്നെ എന്തുണ്ട്? പിന്നെ എന്താണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യൻ എവിടെയാണ്? വടക്കേ അമേരിക്കയ്ക്കും ആഫ്രിക്കയ്ക്കും യൂറോപ്പിനും ഇടയ്ക്കൊക്കെ കാണുന്നതാണ് നമ്മുടെ എന്ത് പറയുന്നത്, അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ഇന്ത്യൻ മഹാസമുദ്രമുണ്ട് അല്ലെ. പിന്നെ എന്തുണ്ട്? ഒരു ആർട്ടിക് സമുദ്രമുണ്ട്, ഇവിടെ ഒരു ദക്ഷിണ സമുദ്രമുണ്ട്. ഇങ്ങനെ കുറച്ച് സമുദ്രങ്ങളുടെ പേരും അവര് തന്നിട്ടുണ്ട്. ഇനി ഇവർ നോക്കിക്കേ, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏഷ്യയുടെ അതിരുകൾ കണ്ടെത്താനാണ്. ഏഷ്യയുടെ കിഴക്ക് ഭാഗം ഇതാണ് ഏഷ്യ, ഇതാണ് ഏഷ്യയുടെ കിഴക്ക് അല്ലെ. ഇതല്ലേ ഈസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്. ഏഷ്യയുടെ കിഴക്ക് ഭാഗം ഏതാണ്? പസഫിക് ഓഷ്യൻ ആണ്. വടക്ക്, ഏഷ്യയുടെ വടക്ക് ഭാഗം എന്താണ് കിടക്കുന്നത്? ഇതല്ലേ വടക്ക്, ഇവിടെ ആർട്ടിക് സമുദ്രമുണ്ട്. ഇനി പടിഞ്ഞാറ് ഭാഗം എന്താണ്? പടിഞ്ഞാറ് ഭാഗം, ഏഷ്യയുടെ പടിഞ്ഞാറായിട്ട് വരുന്നത് ഇവിടെ കണ്ട യൂറോപ്പാണ്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ചേർന്ന് കിടക്കുന്നത് കണ്ട, ഇതൊരൊറ്റ കരയായിട്ട് ചേർന്ന് കിടക്കുന്നത് ചോദിച്ചാൽ അത് ഏതാണ്? യൂറോപ്പാണ്. പിന്നെ ഏതാണ്? തെക്ക് ഭാഗത്ത് എന്താണുള്ളത്? ഇന്ത്യൻ ഓഷ്യൻ ആണ് അല്ലെ. വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രവും തെക്ക് ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യനുമാണ്. ഏഷ്യയുടെ ഏത് ഭാഗത്താണ് കര അതിർത്തി ഉള്ളത്? ഏത് ഭാഗത്താണ്? ഈ പറയുന്ന പടിഞ്ഞാറ് ഭാഗത്താണ് കര അതിർത്തി ഉള്ളത്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യുറാൽ പർവ്വത നിരയാണ് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കാം, യൂറോപ്പും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്നത് ഏതാണ്? യുറാൽ പർവ്വത നിരയാണ്. ഓക്കെ, അപ്പൊ എന്താണ് യുറാൽ പർവ്വത നിര വരെ നമ്മൾ പറഞ്ഞല്ലേ. ഇനി നോക്കിക്കേ, ഇതാന്നിരിക്കുന്ന എല്ലാം പച്ചയാണ് കേട്ടാ ഫിഗറിലെ, എല്ലാം നല്ല ഇരുണ്ട് ബ്ലാക്ക് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക് ഏഷ്യയിലെ ഏതാനും ഭൂപ്രകൃതി സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ് ആണ്. അത് സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതം ഏഷ്യയിലാണുള്ളത്. അറ്റ്ലസ് ഉപയോഗിച്ച് ഹിമാലയ പർവ്വതത്തിന്റെയും മറ്റു പർവ്വതങ്ങളുടെയും സ്ഥാനം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആവശ്യമില്ല. പർവ്വതങ്ങൾ കൂടാതെ എന്തൊക്കെയുണ്ട് നമ്മുടെ ഏഷ്യയില്? മരുഭൂമികളുണ്ട്, സമതലങ്ങളുണ്ട്, പീഠഭൂമികളുണ്ട് എന്നിവയും ഏഷ്യയുടെ ഭൂപ്രകൃതിയുടെ സവിശേഷതയാണ് അല്ലെ. ഇനി ധാരാളം നദികളും ഏഷ്യയിലൂടെ ഒഴുകുന്നു. യാങ്സിയാണ് ഏറ്റവും നീളമേറിയ നദി. അപ്പൊ ഏഷ്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളമേറിയ നദി ചോദിച്ചാൽ അതേതാണ്? യാങ്സി. യാങ്സി ആണ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദിയായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. മരുഭൂമികൾ വളരെ കുറച്ചു മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമി എന്ന് പറയുന്നത്. ഇവയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഉഷ്ണ മരുഭൂമികളുമുണ്ട്, അതേപോലെ തന്നെ അതിശൈത്യം അനുഭവപ്പെടുന്ന ശീത മരുഭൂമികളുമുണ്ട്. അപ്പൊ നമുക്ക് മരുഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു പിക്ചർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതും എന്താണ്? മരുഭൂമിയാണ്. വളരെ കുറച്ച് മാത്രമാണ് അവിടെ മഴ ലഭിക്കുന്നത്, വരണ്ടായിരിക്കും ഇരിക്കുന്നത്. അവിടെ എന്താണ്? ഒന്നുകിൽ എന്താണ്? അതിശൈത്യമായിരിക്കും, അല്ലെങ്കിൽ എന്താണ്? അതിചൂടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സമതലങ്ങളാണ്. ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ എന്ന് പറയുന്നത്. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ. ഇവ പൊതുവെ എന്തായിരിക്കും? ഫലഭൂഷ്ടമായിരിക്കും അല്ലെ. നമുക്കറിയാം ഉത്തര മഹാസമതലം അല്ലെ, അവിടേക്ക് എന്താണ് ഏറ്റവും കൂടുതൽ കൃഷിയൊക്കെ വ്യാപകമായിരിക്കുന്നത് സമതല പ്രദേശങ്ങളിലായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് പീഠഭൂമികളാണ്. ചുറ്റുമുള്ള പ്രദേശത്ത് നിന്നും ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയതും. പീഠം പോലെ ഇരിക്കും അല്ലെ, നമ്മൾ ഇരിക്കുന്ന പീഠം ഇങ്ങനെയല്ലേ ഇരിക്കുന്ന, ആ പീഠം പോലെ ഇരിക്കും. എന്താണ്? ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് എന്താണ്? ഇപ്പൊ ഇവിടേക്ക് ഇങ്ങനെ ഇതായിരിക്കും, അവിടെ ഇത്തിരി ഉയർന്നിരിക്കും, അവിടെ എന്താണ്? ഇങ്ങനെ പീഠം പോലെ ഇരിക്കും. ഇതിനെയാണ് നമ്മൾ പീഠഭൂമി എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ്? ഹിമാലയം. എന്താണ് ഹിമാലയം എന്ന് പറയുന്നത്? പർവ്വതമാണ് അല്ലെ. മഞ്ചൂരിയൻ എന്താണ്? മഞ്ചൂരിയൻ ഒരു സമതലമാണ്, സമതലം. ധാർ എന്താണ്? അതൊരു മരുഭൂമിയാണ്. ലഡാക്ക് ശീത മരുഭൂമിയാണ്. ധാർ അപ്പ് എന്താണ്? ഉഷ്ണ മരുഭൂമിയാണ്. ഓക്കെ, യാങ്സി എന്ന് പറയുന്നത്, യാങ്സി താഴ്വരയാണ് തന്നിരിക്കുന്നത്, ഡെക്കാൻ പീഠഭൂമി. ഓക്കെ, അവ ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഏത്? യാങ്സി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടുത്തെ കാലാവസ്ഥയെ പറ്റിയാ പറയുന്നത്. ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഏഷ്യയിലെ കാലാവസ്ഥയും. ഏഷ്യയുടെ വടക്കു ഭാഗം ധ്രുവപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു. സമുദ്ര സാമീപ്യമുള്ളതിനാൽ കിഴക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണുള്ളത്. ഭൂമധ്യരേഖ പ്രദേശമായതിനാൽ തെക്ക് ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ്. മരുപ്രദേശമായ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലാണ്. അപ്പൊ ഈ പറയുന്ന ഏഷ്യ അവരെന്താണ്?
അതിന്റെ ചുറ്റുപാടുമാണ് പറയുന്നത്. കണ്ട, ഇതാണ് നമ്മുടെ ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡം. കണ്ട, അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏഷ്യയുടെ വടക്ക് ഭാഗം നമുക്കറിയാം. അവിടെ എന്താണ്, കണ്ട, ഇതൊക്കെ സൈബീരിയക്കുള്ള സ്ഥലമാണ്. ഇതാണ് ഏഷ്യയുടെ വടക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് അല്ലെ നമ്മുടെ ധ്രുവ പ്രദേശങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, ചൂട് കൂടുതലായിരിക്കും. അപ്പൊ അതിശൈത്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് എന്ത്, സൈബീരിയ എന്ന് പറയുന്നത്. മൗസിൻഡ്രം എന്താണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം? PSCയുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതേതാണ്? മൗസിൻഡ്രം. അത് ഇവിടെയായിട്ട് വരും. അത് നോക്കിക്കേ എന്ന് പറയുന്നത് ഇവിടെ സമുദ്ര സാമീപ്യം ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് പറയുന്നത് അറേബ്യൻ മരുഭൂമി. അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശമാണ് അറേബ്യൻ മരുഭൂമി. അപ്പൊ 4 വശവും എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇവിടുത്തെ സസ്യജന്തു ജാലങ്ങളാണ്. എന്തൊക്കെയാന്ന് നോക്കിക്കേ. റഫ്ലേഷ്യയുണ്ട്, നീലക്കുറിഞ്ഞിയുണ്ട് അല്ലെ, ഹിമപ്പുലി, ചുവന്ന പാണ്ട, ഇതെല്ലാമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സസ്യജന്തു ജാലങ്ങൾ എന്ന് പറയുന്നത്. ഇനി ജനജീവിതമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ ആകുമ്പോൾ, അതായത് ഏകദേശം കരഭാഗത്തിന്റെ 2 ഭാഗവും ഏഷ്യ ആകുമ്പോൾ അവിടെ ആയിരിക്കുമല്ലോ ആൾക്കാരും കൂടുതലുള്ളത്. ലോക ജനസംഖ്യയുടെ 60% എവിടെയാണ്? ഏഷ്യയിലാണ്. ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയാണ്. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമിയാണ് ഇവിടെ. ടോക്കിയോ, മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങൾ വരെ ഇവിടെയുണ്ട്, നമ്മുടെ ഏഷ്യയിലുണ്ട്. ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ എന്നിവയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. എന്താണ് ഭൂമധ്യരേഖ? ഇതല്ലേ ഭൂമധ്യരേഖ. പിന്നെന്താണ്? ഉത്തരായന രേഖയുണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്? ദക്ഷിണായന രേഖയുണ്ട്. വിശാലമായ സാവന്ന പുൽമേടുകൾ മുതൽ ഇടതൂർന്ന മഴക്കാടുകൾ വരെ ഉൾക്കൊള്ളുന്ന വൈവിധ്യമായ ഭൂപ്രകൃതിയാണ് നമ്മുടെ ഭൂഖണ്ഡത്തിലുള്ളത്. ഇതിലൂടെ നമ്മുടെ ഇവ 3 കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാനാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. അപ്പൊ ഏതാണ്? ആദ്യം നമ്മൾ പഠിച്ചു, വലിപ്പത്തിൽ 1ാം സ്ഥാനം ഏതിനാണ്? ഏഷ്യയാണ്. 2ാം സ്ഥാനമാണ് ഈ പറയുന്ന ആഫ്രിക്ക. ഓക്കെ. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണിത്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടതല്ലേ. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണ് ഏത്? ആഫ്രിക്ക. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏറ്റവും വലിയ ഉഷ്ണഭൂമിയായ സഹാറയും ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടവും ഈ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതയാണ്. സഹാറയും കോങ്കോ തടാകവും അറ്റ്ലസിന്റെ, അത് വേണ്ട നമുക്ക് അല്ലെ. അപ്പൊ എന്താണ് ഏറ്റവും കൂടുതൽ നല്ല ഉഷ്ണമേഖലാ മഴക്കാട് എന്ന് പറയുമ്പോൾ എന്താണ്? മഴ ലഭിക്കുക, നല്ല തിക്കായ കാടുകളും ഒക്കെയുള്ള കോങ്കോ മുതൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സഹാറ മരുഭൂമി വരെ എവിടെയുണ്ട്? ഈ പറയുന്ന ആഫ്രിക്കയിലുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ടോ, ഇതാണ് നമ്മുടെ ആഫ്രിക്ക എന്ന് പറയുന്നത്. ഉണ്ടോ? ഇവിടെയാണ് ഈ പറയുന്ന, ഇതാണ് നമ്മുടെ ഭൂമധ്യരേഖ, ഇവിടെയാണ് നമ്മുടെ ഉത്തരായന രേഖ, ഇതാണ് നമ്മുടെ ദക്ഷിണായന രേഖ. 3ഉം കടന്നു പോകുന്നതാണ് ഏത്? നമ്മുടെ ആഫ്രിക്ക എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈല് ഈ ഭൂഖണ്ഡത്തിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? യാങ്സി നദി. അതെവിടെയാണ്? അത് ഏഷ്യയിലാണ്. അവിടെ എന്താ പ്രത്യേകത? ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിക്കുമ്പോൾ അത് യാങ്സിയാണ്. ലോകത്തിലേക്ക് ഏറ്റവും നീളം കൂടിയ നദി ചോദിക്കുമ്പോൾ അത് നൈലാണ്. അതെവിടെയാണ്? ആഫ്രിക്കയിലാണ്. ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് കിളിമഞ്ചാരോ. ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ഉയരമേറിയ പർവ്വതം ഏതാണ്? ഹിമാലയമാണ്. അത് ഏഷ്യയിലാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതം ചോദിച്ചാൽ അതേതാണ്? നമ്മുടെ കിളിമഞ്ചാരോയാണ്. ഓക്കെ ആണല്ലോ. ആഫ്രിക്കയിലെ മറ്റു പർവ്വതങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കവിടെ ആവശ്യമില്ല. നെക്സ്റ്റ് പറയുന്നത് സഹാറ മരുഭൂമിയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ. വിശാലമായ മണൽമേടുകളും പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരൻ സഹാറയുടെ സവിശേഷതയാണ്. പഠിക്കേണ്ട ടോപ്പിക് എന്താണ്? ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി സഹാറ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പർവ്വതം എവിടെയാണ്? ഹിമാലയം. അതെവിടെയാണ്? ഏഷ്യയിലാണ്. 3, അതായത് ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, അതേപോലെ തന്നെ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഭൂഖണ്ഡം ചോദിച്ചാൽ അതേതാണ്? ആഫ്രിക്ക. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏകദേശം തുല്യമായി പങ്കുവച്ചിരിക്കുന്ന ഭൂഖണ്ഡം ചോദിച്ചാൽ അതേതാണ്? ആഫ്രിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി ചോദിച്ചാൽ അതേതാണ്? സഹാറ മരുഭൂമിയാണ്. അതെവിടെയാണ്? ആഫ്രിക്കയിലാണ്. ഭൂമധ്യരേഖ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. ഇവിടെ വർഷം മുഴുവൻ ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു.
സമൃദ്ധമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളായതിനാലാണ് ഇവയെ മഴക്കാടുകൾ എന്ന പേര് വിളിക്കുന്നത്. ഭൂമിയിലെ മറ്റേതൊരു ആവാസ വ്യവസ്ഥയെക്കാളും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. ഇനി നോക്കിക്കേ, ആഫ്രിക്കയുടെ പ്രത്യേകതകൾ പറയുവാണ്. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി ഏതാണ്? സഹാറ. ഏറ്റവും ഉയരമുള്ള പർവ്വതം അതേതാണ്? ഏറ്റവും ഉയരമുള്ള പർവ്വതം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, ഏതാണ്? കിളിമഞ്ചാരോ. ഉഷ്ണമേഖല മഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടം അതേതാണ്? അത് കോങ്കോ നദീതടമാണ്. കോങ്കോ നദീതടം. ഇനി വിശാലമായ പുൽമേടല്ലേ ചോദിച്ചിരിക്കുന്നത്, അത് ഏതാണ്? വിശാലമായ പുൽമേട്, അത് സാവന്ന പുൽമേട്. നമ്മളത് കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ, സാവന്ന പുൽമേട്. അതേ കിടക്കുന്നു, സാവന്ന. കണ്ടോ, വിശാലമായ സാവന്ന പുൽമേടുകളും ഇടതൂർന്ന മഴക്കാടുകളും വരെ ഉൾക്കൊള്ളുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാണ്? സാവന്ന പുൽമേട്, സഹാറ മരുഭൂമി, കിളിമഞ്ചാരോ, അല്ലെ? ഇനി എന്താന്ന് നോക്കിക്കേ, ഇനി ഇവിടുത്തെ കാലാവസ്ഥയാണ് നമ്മൾ പറയാനുള്ളത്. ഭൂമധ്യരേഖക്ക് ഇരുവശങ്ങളിലും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങളും പ്രകടമാണ്. തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് പറയുന്ന സസ്യജന്തുജാലങ്ങളാണ്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? ഉണ്ടോ, ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖലാ മഴക്കാടുകളും. ഇനി എന്താണ്? സെറൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അത് എന്താണെന്ന് നമുക്ക് പറയാവേ. സീസണൽ മൈഗ്രേഷൻ ഓഫ് സെറൻഗെറ്റി. ബയോബാബ് വൃക്ഷം, കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ, ഇതൊക്കെ ആഫ്രിക്കയിലുള്ള എന്താണ് ഈ പറയുന്ന സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം. സെറൻഗെറ്റിയിൽ ദശലക്ഷക്കണക്കിന് സീബ്രകളും ഗസലുകളും പുതിയ മേച്ചൽ സ്ഥലങ്ങൾ തേടി ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷമായ പ്രതിഭാസമാണ്. ആഫ്രിക്കയിലുടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം, സീസണൽ മൈഗ്രേഷൻ ഓഫ് സെറൻഗെറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, മൈഗ്രേഷൻ നടക്കുന്ന എപ്പോഴും എന്താണ്, ചിലവർ എന്തായിരിക്കും മൈഗ്രേറ്റ് ചെയ്യുന്ന, അവിടുത്തെ കാലാവസ്ഥയ്ക്കൊക്കെ വ്യതിയാനം സംഭവിക്കുമ്പോൾ ദീർഘദൂരം മൈഗ്രേറ്റ് ചെയ്യും, അല്ലെ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. ഇനി അവിടുത്തെ ജനജീവിതമാണ് പറയുന്നത്. ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുമാണ്. സംസ്കാരങ്ങൾ, ഭാഷകൾ, ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക. പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ തെളിവാണ്. ഇനി റോക്കി മുതൽ അപ്പലേച്ചിയൻ വരെ എന്താണ്? ഗ്ലോബ് നിരീക്ഷിച്ച് പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക് എന്നീ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഭൂഖണ്ഡം ഏതാണെന്ന് കണ്ടെത്താൻ. ഏതാണ്? ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. നോർത്ത് അമേരിക്കയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ വികസന മുന്നേറ്റത്തിന് പിന്നിൽ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്ക് വലിയ പങ്കുണ്ട്. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന പർവ്വത നിരകളാണ് ഏത്? റോക്കിയും അപ്പലേച്ചിയനും. ഇപ്പൊ എവിടെയാണ് റോക്കി പർവ്വതനിര? അപ്പലേച്ചിയൻ എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. ഭൂഖണ്ഡത്തിലെ ഫലപുഷ്ടമായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ. പ്രയറികൾ, അല്ലെ? ഇതിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പ്രയറികൾ, സാവന്ന പുൽമേട്, ഇതൊക്കെ മാച്ച് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സാവന്ന പുൽമേട് ആഫ്രിക്കയിലാണ്, പ്രയറികൾ എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികളും വടക്കേ അമേരിക്കയിലുണ്ട്. തടാകങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങളും എവിടെയാണ്? ഈ പറയുന്ന നമ്മുടെ വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്കയിലെ അരിസോണിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയായ ഗ്രാൻഡ് കാനോൺ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ്. അപ്പൊ എന്താണ് ഗ്രാൻഡ് കാനോൺ എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വരെ വീതിയും 1500 മീറ്ററിലധികം ആഴവുമുള്ള ഒരു വലിയ താഴ്വരയാണ് എന്ത്? ഗ്രാൻഡ് കാനോൺ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാൻഡ് കാനോൺ താഴ്വര എവിടെയാണെന്ന് ചോദിക്കാം. എവിടെയാണ്? അത് നമ്മുടെ വടക്കേ അമേരിക്കയിലാണ്. കൊളറാഡോ നദിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ പറയുന്ന ബൃഹത് താഴ്വര. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടമാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഗ്രാൻഡ് കാനോൺ എന്ന് പറയുന്നത് വടക്കേ അമേരിക്ക.
ഇനി പറയുന്നത് ഇവിടുത്തെ കാലാവസ്ഥയാണ്. ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂഖണ്ഡമാണ്. അതുകൊണ്ട് തന്നെ കണ്ടോ, ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ധ്രുവപ്രദേശം. അതിനോട് ചേർന്നാണ് ഇത് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും, വളരെയധികം തണുപ്പായിരിക്കും അല്ലെ. വടക്ക് നിന്ന് തെക്കോട്ട് നീങ്ങും തോറും എന്താണ്, താരതമ്യേന ചൂട് വർദ്ധിച്ചു വരുന്നു. ഇനി അവിടുത്തെ സസ്യജന്തുജാലങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാലിഫോർണിയ പോപ്പി, സഗാരോ കള്ളിച്ചെടി, മൂസ്. ഇതൊക്കെ എന്താണ്, ചിലപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ആഫ്രിക്കയിൽ കാണപ്പെടുന്നത്, അങ്ങനെ കയറി ചോദിക്കും കേട്ടോ ഈ സ്ഥലങ്ങൾ, ഈ ജീവികളുടെയൊക്കെ പേര്. നെക്സ്റ്റ് പറയുന്നത് ജനജീവിതമാണ്. അമേരിക്കൻ ഐക്യനാടുകളും കാനഡയും ഉയർന്ന ജീവിത നിലവാരത്തിനും സാങ്കേതിക പുരോഗതിക്കും പേരുകേട്ടതാണ്. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ വലിയ നഗരങ്ങൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു. അനുകൂല കാലാവസ്ഥയും ഫലപുഷ്ടമായ മണ്ണും ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പുഷ്ടമാക്കുന്നു. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ ഇന്യൂട്ടുകൾ അഥവാ എസ്കിമോകൾ, ഇന്യൂട്ടുകളുടെ മറ്റൊരു പേരാണ് എസ്കിമോകൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് അല്ലെ, ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഏതാണ്, ആമസോൺ തടാകത്തിൽ നിന്ന്. നോക്കിക്കേ, ആമസോൺ മഴക്കാടുകൾ എന്താണ്, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഏതാണ്, ആമസോൺ മഴക്കാടാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന വടക്കേ അമേരിക്ക കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താണ് പഠിക്കേണ്ടത്, നമ്മുടെ തെക്കേ അമേരിക്കയാണ്. ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത അനേക സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ആമസോൺ മഴക്കാടുകൾ എവിടെയാണുള്ളത്, തെക്കേ അമേരിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയാണ് ഏത്, ആൻഡീസ്. അപ്പൊ ആൻഡീസ് പർവ്വതനിര എവിടെയാണ്, നമ്മുടെ തെക്കേ അമേരിക്കയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിര ഏതാണ്, ആൻഡീസ് ആണ്. ഏറ്റവും വലിയ നദിയായ ആമസോണും ഏറ്റവും നീളമേറിയ നദിയാണ് നമ്മൾ നൈൽ പറഞ്ഞത്. ഏറ്റവും വലിപ്പത്തിൽ ഏറ്റവും വലുതേതാണ്, ആമസോൺ ആണ്. അതിവിശാല ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിന്റെ ഭൂരിഭാഗവും മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ, ഏറ്റവും വലിയ വരണ്ട മരുഭൂമി ഏതാണ്, അറ്റക്കാമയാണ്. തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതിയുടെ സവിശേഷതയാണ് അറ്റക്കാമ മരുഭൂമി. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയാണ് അറ്റക്കാമ. കാലാവസ്ഥ പറയാണ്, ഭൂമധ്യരേഖാ പ്രദേശമാണ് അല്ലെ. ഭൂമധ്യരേഖ നമുക്കറിയാം ഇങ്ങനെ വന്നിട്ട് ഏകദേശം ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ഭൂമധ്യരേഖാ പ്രദേശം ആയതുകൊണ്ട് തന്നെ തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗങ്ങളിൽ കൂടിയ ചൂടും സമൃദ്ധമായ മഴയും ലഭിക്കുന്നു. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്ക് എന്തായിരിക്കും, ശൈത്യ കാലാവസ്ഥയായിരിക്കും. സസ്യജന്തുജാലങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്, ആമസോണിൽ വാട്ടർ ലില്ലി, അനാക്കോണ്ട മുതലായവയ്ക്ക് പ്രസിദ്ധമാണ്. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകൾ ആൻഡിയൻ ലൂപ്പിയൻ എന്ന പുഷ്പച്ചെടിയുടെയും ലാമ പോലുള്ള സസ്തനികളുടെയും ആവാസ കേന്ദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശങ്ങളിലൊന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻഡനൽ. എന്താണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശത്തിൽ വരുന്നതാണ് എന്ത്, പാൻഡനൽ എന്ന് പറയുന്നത്. സസ്തനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിൽ കാണപ്പെടുന്നു. അപ്പൊ നോക്കിക്ക് എന്തൊക്കെയാണ്, ഇതാണ് കാപ്പിബാര, ഇതാണ് ആമസോൺ വാട്ടർ ലില്ലി, ഇതാണ് ആൻഡിയൻ ലൂപ്പിയൻ, ഇതാണ് ലാമ, ഇതാണ് കാപ്പിബാര എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ ജനജീവിതമാണ് പറയുന്നത്. തെക്കേ അമേരിക്കയിലെ ജനങ്ങളിലധികവും കൃഷി, മത്സ്യബന്ധനം, വ്യവസായമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, തദ്ദേശീയരവരെ എന്താണ്, യൂറോപ്യർ, ആഫ്രിക്കക്കാർ, ഏഷ്യക്കാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് ശ്രദ്ധേയമാണ് ഈ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഇവിടെ എല്ലാവരും വരുന്നത്, തദ്ദേശീയരുണ്ട്, അതേപോലെ യൂറോപ്യക്കാരുണ്ട്, ആഫ്രിക്കക്കാരുണ്ട്, ഏഷ്യക്കാരുണ്ട്. നെക്സ്റ്റ് പറയുന്നത് വെളുത്ത ഭൂഖണ്ഡം നേടി ഭാരതീയ മൈത്രി. എന്താണ് ഈ പറയുന്ന ഭാരതീയ മൈത്രിയും? വിവിധ പഠനങ്ങൾക്കായി ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് ഈ പറയുന്ന മൈത്രിയും ഭാരതിയും. ഇതെവിടെയാണ് മൈത്രിയും ഭാരതിയും? നമ്മുടെ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ഗവേഷണ സ്ഥാപനങ്ങളാണ് മൈത്രിയും ഭാരതിയും. ഈ വൻകരയുടെ 98% അന്റാർട്ടിക് ഹിമപ്പാളിയിലാണ്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും ഈ ഹിമപ്പാളിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അന്റാർട്ടിക്കയുടെ ഭൂപ്രകൃതി സവിശേഷതകൾ എന്തെല്ലാമാണ്? ട്രാൻസ് അന്റാർട്ടിക്ക പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. തെക്കേ അമേരിക്കയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക്ക ഉപദ്വീപ് എന്ന് പറയുന്നത്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം പഠിച്ചു വെക്കണം, ഏതാണ്? വിൻസൺ മാസിഫ് അല്ലെ, വിൻസൺ മാസിഫ് ആണ്. നമ്മൾ കിളിമഞ്ചാരോ പറഞ്ഞു, അതേപോലെ തന്നെ ഹിമാലയം പറഞ്ഞു അല്ലെ. ഈ ഭൂഖണ്ഡത്തിലെ നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നു. അപ്പൊ അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം ഏതാണ്? വിൻസൺ മാസിഫ് ആണ്. നെക്സ്റ്റ് പറയുന്ന കാലാവസ്ഥയാണ്. വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന ശീത മരുഭൂമിയാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയുടെ സ്ഥാനം അതിന്റെ കാലാവസ്ഥയെ സവിശേഷമാക്കുന്നു. നമുക്കറിയാം അല്ലെ, ധ്രുവപ്രദേശമാണ്, സ്വാഭാവികമായിട്ടും അവിടെ നല്ല തണുപ്പായിരിക്കും. ഹിമപ്പാളികളുടെ വിള്ളലുകൾ കാണപ്പെടുന്ന ചില പായൽ വർഗത്തിൽ
പായൽ വർഗ സസ്യങ്ങൾ ഒഴിച്ചാൽ അന്റാർട്ടിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും എന്താണ്? തരിശാണ്. ഈ ഭൂഖണ്ഡത്തിന്റെ പല തീരപ്രദേശങ്ങളിലും പെൻഗ്വിനുകളും സീലുകളുടെയും ആവാസ കേന്ദ്രമാണ്. എന്തൊക്കെയാണ്? ഉണ്ടോ ഈ പറയുന്ന പായലുകളുണ്ട്, പെൻഗ്വിനുണ്ട്, സീലുകളുണ്ട്. ജനജീവിതം അല്ലെ, മനുഷ്യവാസം തീരെ ഇല്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. പാരിസ്ഥിതിക സവിശേഷതകളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന സാഹസിക യാത്രികർ മാത്രമാണ് ഇവിടെയുള്ളത്, ഈ പറയുന്ന ഈ സ്ഥലത്തുള്ളത്. ഇനി പൗരാണിക സാഹസിക നാവികരുടെ നാട്ടിലേക്ക്. സാഹസികരായ നാവികരുടെ ചരിത്രപ്രസിദ്ധമായ യാത്രകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത് അല്ലെ. യൂറോപ്യൻസ് വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ പറയുന്ന കടൽ മാർഗമാണ് അല്ലെ. ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരിക്കും അദ്ദേഹം വന്നിരിക്കുന്നത്? യൂറോപ്പിനാണ്, നമുക്കറിയാം അല്ലെ. ഇന്ത്യയുടെ പിന്നെ നമുക്ക് യൂറോപ്പിന്റെ പ്രത്യേകതകൾ നോക്കാം. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ യൂറോപ്പിലുണ്ട്. ലോകത്തിലെ നീളമേറിയ നദികൾ ചിലതായ ഡാനൂബ്, വോൾഗ, റൈന് മുതലായവ ഒഴുകുന്നത് ഈ ഭൂഖണ്ഡത്തിലൂടെയാണ്. അപ്പൊ ചോദിക്കാം ചിലപ്പോ നമ്മുടെ യൂറോപ്പിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെ കൂട്ടത്തിൽ പെടാത്ത എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. യൂറോപ്പിൽ ഫലപുഷ്ടമായ സമതലങ്ങളും പുൽമേടുകളും ഉണ്ട്. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി എന്നറിയപ്പെടുന്നു. യൂറോപ്പിന്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അഥവാ ഫിയോർഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷമായ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. എന്താണ് ഫിയോർഡ് എന്ന് പറയുന്നത്? സാധാരണ ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതായ കുത്തനെയുള്ള ചരിവുകൾക്കിടയിലുള്ളതായ ഇടുങ്ങിയ കടൽ തീരങ്ങളെയാണ് ഫിയോർഡുകൾ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണേ. എന്താണ്? ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കാം. ഫിയോർഡുകൾ അല്ലെങ്കിൽ എന്താണ്? സാധാരണ ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതുമായ കുത്തനെയുള്ള ചരിവുകൾക്കിടയിലുള്ള കടൽ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഫിയോർഡുകൾ. കണ്ടോ, ഇങ്ങനെ കുത്തനെയാണ് കിടക്കുന്നത്. അതിന്റെ ഇടയ്ക്കുള്ള ഒരു കടൽ ഭാഗമാണ് ഫിയോർഡ് എന്ന് പറയുന്നത്. അവിടുത്തെ കാലാവസ്ഥയാണ് പറയുന്നത്. എന്താണ്? യൂറോപ്പിൽ പൊതുവെ മിതമായ ചൂടും തണുപ്പുള്ള കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഈ വൻകരയുടെ വടക്ക് ഭാഗങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സാധാരണമാണ്. ഓക്കെ, സസ്യജന്തുജാലങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകളും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമാണ്. അവിടുത്തെ എന്തൊക്കെയാണ്? ലിങ്ക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ജീവി അല്ലെ. പിന്നെ സ്റ്റെപ്പി പുൽമേട്, അതേപോലെ കോർക്ക്, ഓക്ക് മരങ്ങൾ. അവിടുത്തെ ജനജീവിതമാണ് പറയുന്നത്. ഏതാണ്? യൂറോപ്യർ പൊതുവെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണ്. സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകമുള്ള ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏതൻസും റോമും എന്നിവ എവിടെയാണ്? യൂറോപ്പിലാണ്. പാരീസ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കല, ഫാഷൻ, സാങ്കേതിക വിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളാണ്. ടോപ്പിക്കാണ് ഏത്? ഓസ്ട്രേലിയ എന്ന് പറയുന്നത് അല്ലെ. നോക്കിക്കേ, സവിശേഷതകൾ ധാരാളമുള്ള മൃഗമാണ് കങ്കാരുക്കൾ. ഇവ കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ്? ഓസ്ട്രേലിയയാണ്. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തെ കുറിച്ച് അപ്പൊ എന്താണ്? പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഏത്? ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഏറ്റവും വലുതേതാണ്? ഏഷ്യയാണ്. ഏറ്റവും ചെറുതേതാണ്? ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വത നിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഏതാണ്? ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാന മരുഭൂമികളിൽ ഒന്നാണ്. അപ്പൊ ഏതാണ്? ഗ്രേറ്റ് വിക്ടോറിയ എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എവിടെയാണ്? അത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് മുറേ ഡാർലിംഗ് നദീതടം ഭൂഖണ്ഡത്തിലെ ഫലപുഷ്ടമായ കാർഷിക മേഖലയാണ്. ഇനി അവിടുത്തെ കാലാവസ്ഥയാണ് പറയുന്നത്. ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശത്തും വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഭൂഖണ്ഡത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വരൾച്ചയുടെ തീവ്രത വർദ്ധിച്ചാണ് വരാറുള്ളത്. അവിടുത്തെ സസ്യജന്തുജാലങ്ങൾ എന്താണ് പറയുന്നത്? ഓസ്ട്രേലിയയുടെ ഒറ്റപ്പെട്ട സ്ഥാനം സസ്യജന്തുജാലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പരിണമിക്കുന്നതിന് കാരണമായി മാർസുപ്പിയലുകളും മുട്ടയിടുന്ന സസ്തനികളും ഇതിന് ഉദാഹരണമാണ്. കണ്ടോ, ഓസ്ട്രേലിയ എന്ന് പറയുന്ന മറ്റൊന്നായിട്ടൊക്കെ വളരെ വളരെ അകന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തു വിഭാഗമാണ് മാർസുപ്പിയലുകൾ. ഏതാണ് മാർസുപ്പിയൽ എന്ന് പറഞ്ഞത്? തന്നിട്ടില്ല പിക്ചർ. ഉദരസഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന കങ്കാരു, അതേപോലെ കോ ആല എന്നിവ മാർസുപ്പിയലുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ മാർസുപ്പിയൽ എന്ന് പറയുന്നത് എന്താണ്? ഈ കങ്കാരു, അതേപോലെ കോആല, അതിനേക്ക് കണ്ട കോആല ഇതാണ്. ഇതിന്റെയൊക്കെ എന്താണ്? ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ മാർസുപ്പിയൽ എന്ന് പറയുന്നത്.
ഇവ കൂടാതെ മുട്ടയിടുന്ന സസ്തനികളായ പ്ലാറ്റിപ്പസ്, എക്കിഡ്ന ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മറ്റു ജീവികളാണ്. ഇവിടുത്തെ സസ്യജാലങ്ങളിൽ യൂക്കാലിപ്സ് മരങ്ങളും ബാറ്റിൽ എന്നറിയപ്പെടുന്ന അക്വേഷ്യ മരവും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഏതാണ് യൂക്കാലിപ്സ്, അതേപോലെ തന്നെ അക്വേഷ്യയും ഉണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് അവിടുത്തെ ജനജീവിതം എങ്ങനെയാണെന്നാണ്. ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്ര വിഭാഗക്കാർ വളരെ പഴക്കമുള്ള സംസ്കാരത്തിനുടമകളാണ്. പിന്നെ അവിടുത്തെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? സിഡ്നി ഉണ്ട്, മെൽബൺ ഉണ്ട്, ബ്രിസ്ബെയിൻ ഉണ്ട്. ഇനി നോക്കിക്കേ, മരുഭൂമി, ഗ്രേറ്റ് വിക്ടോറിയ, പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ പ്രദേശം ഏതാണ്? ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. ഗ്രേറ്റ് ബാരിയർ റീഫ്. ഫലപുഷ്ടമായ നദീതടം അത് ഏതാണ്? അത് മുറേ ഡാർലിംഗ് ആണ്. മുറേ ഡാർലിംഗ്. അതേപോലെ പർവ്വതനിര ഏതാണ്? അത് ഗ്രേറ്റ് ഡിവൈഡിങ് അല്ലെ, ഗ്രേറ്റ് ഡിവൈഡിങ് ഉണ്ടോ? ഡിവൈഡിങ് റേഞ്ച്, ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് ആണ് പർവ്വതനിര. പ്രധാന മരുഭൂമി ഗ്രേറ്റ് വിക്ടോറിയ ആണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാണ്? അത് നമ്മുടെ പവിഴപ്പുറ്റാണ്. മുറേ ഡാർലിംഗ് ആണ് നദീതടം. അപ്പൊ ഇവിടെ ഓസ്ട്രേലിയയോട് ബന്ധപ്പെട്ട എല്ലാം ഗ്രേറ്റ് വെച്ചിട്ടൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച്, ഗ്രേറ്റ് വിക്ടോറിയ, ഗ്രേറ്റ് ബാരിയർ റീഫ്. ഓക്കെ, ഇനി ഇവരിവിടെ ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളായിട്ട് ഒരു ഇതും കൂടി തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡമാണ്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഏകദേശം നല്ല നമുക്ക് എന്താണ് ബേസിക് ആയിട്ട് അറിയേണ്ടത്, അതായത് ഈ പറയുന്ന 7 ഭൂഖണ്ഡങ്ങളെ പറ്റിയും ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്